നമസ്കാരം. ഗുരുപ്രിയ ടിവിയുടെ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥിയായി വന്നു ചേർന്നിട്ടുള്ളത് കമൽ ഹസൻ മുഹമ്മദ്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ നമുക്ക് പറയേണ്ടി വരും. അതെല്ലാം നമുക്ക് സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അതായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം. ഇത്രയും നല്ലൊരു വ്യക്തിത്വത്തെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയത് തന്നെ നമ്മുടെ ഭാഗ്യം. നമസ്കാരം സാർ. കുറേയധികം ചോദ്യങ്ങൾ സാറിന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ടുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ വ്യത്യസ്തമായി തോന്നാം. സാറിൻ്റെ അച്ഛനമ്മയെക്കുറിച്ചും ഇതുപോലെ ഒരു മകന് ജന്മം കൊടുത്തത് ഇപ്പോൾ അവർ ഒരുപാട് സന്തോഷങ്ങളുണ്ടാകും. സാറിന് അച്ഛനെ കുറിച്ച് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. പക്ഷെ ആദ്യമായിട്ട് നമ്മളൊരു ചോദ്യം എന്ന് പറയുന്നത് സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് അറിയാനാണ്. കാര്യം ഇങ്ങനെ ഒരു മകന് ശരിക്കും ജന്മം കൊടുക്കുമ്പോൾ ആ മാതാപിതാക്കൾ അങ്ങനെയൊക്കെ സന്തോഷിച്ചുകൊണ്ടോ ചോദിച്ചാൽ എന്താണ് സാറിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് അഭിപ്രായം? സത്യം പറയുകയാണെങ്കിൽ ഈ പുസ്തകം വായിക്കും. ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് മാതാപിതാക്കളെ കൊണ്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിനെ കാട്ടിയും നല്ലത് ഈ ഡെയറിങ് പ്രിൻസ് വായിക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് എൻ്റെ അഭിപ്രായം. ആരെയും കുറ്റം പറയുന്നില്ല, ആരും നല്ലതും പറയുന്നില്ല. കർമ്മത്തിൻ്റെ ഫലം ഞാൻ ചെറുപ്പം മുതലേ അനുഭവിച്ചു. അതാണ് ഇതായിരിക്കും ഉത്തമമെന്ന് എൻ്റെ ഹൃദയം പറയുന്നു. അത് തന്നെയാണ് അതിന് ഏറ്റവും വലിയൊരു ഉത്തരം. കാര്യം അത് സാറിന് കണ്ണുകളിൽ കൂടി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഈ ഡയറിങ് പ്രിൻസ് എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ഇത്തരത്തിലൊരു പേര് സാറിന് നൽകാൻ തീരുമാനിച്ചത്? ഒരുപാട് പേരുകൾ സാറിന് മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ഓരോ കഥകൾ എഴുതുമ്പോഴും നമുക്ക് ഓരോ ഇഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഈ സാറിന് ഈ ഒരു പ്രത്യേകതരം പേര് സാറിന് ഇഷ്ടമില്ലാൻ തോന്നിയത്? ഇൻഫാക്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ കുറേ പേര് സെലക്ട് ചെയ്തിരുന്നു. ഈ ഒരു പേര് അഞ്ചാമതായിട്ടോ തോന്നുന്നു. ഇത് 5 കൊല്ലം മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. 5 കൊല്ലം മുമ്പേ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കണം. പക്ഷേ സമയമായില്ല പോലും എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഇത് എത്തിയത്. ആദ്യം ഇട്ട പേര് ദ റൂട്ട് ത്രൂ ഹാർഡ് റോക്സ് എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായത്. പിന്നെ അത് ചേഞ്ചായി. ആ ഹാർഡ് റോക്സ് മാറിയിട്ട് സോഫ്റ്റ് റോക്സും ആയി തുടങ്ങി. മനസ്സിലായി? അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആദ്യം ബ്ലാക്കിലായിരുന്നു, അന്നേരമായിരുന്നു എൻ്റെ യാതനകളും എല്ലാം. ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഡയറി എഴുതുന്ന സ്വഭാവമില്ല. 8 വയസ്സ് മുതൽ 60 വയസ്സ് വരെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഒരു പേര് ദ റൂട്ട് ത്രൂ ഹാർഡ് റോക്സ്, അതായത് കട്ടിയുള്ള പാറയുടെ കൂടിയുള്ള യാത്ര. ഇതായിരുന്നു അതിൻ്റെ ദ റൂട്ട്. അതാണ് ഞാൻ മനസ്സിൽ. പിന്നെയാണ് എഴുതി കഴിഞ്ഞു. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരു ഡിസ്കഷനിൽ ഏർപ്പെട്ടു. ഈ പേരെല്ലാം എൻ്റെ ലിസ്റ്റിലുണ്ട്, 10-12 പേര്. അതിൻ്റെ അകത്ത് 5ാമതാണ് ഈ ഒരു പേരുള്ളത്. പക്ഷെ അതിനെ എങ്ങനെ ആൾക്കാർ സ്വീകരിക്കും എന്നുള്ള ഒരു ചെറിയൊരു തോട്ട്സ് എൻ്റെ മനസ്സിൽ വന്നിരുന്നു. പിന്നെ ഞാൻ ഒറ്റ ഇടലങ്ങ് ഇടുക ചെയ്തു, ദ ഡെയറിങ് പ്രിൻസ്. പക്ഷേ ആ പേരായിരുന്നു ശരിക്കും മറ്റുള്ളവർ ഒരുപാട് അധികം ശ്രദ്ധിച്ചത്. അതെ, അതിനും കാരണമുണ്ട്. കാരണം എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് 10, 30, 28 വയസ്സ് വരെ, അത് 15 മുതൽ 28 വയസ്സ്, ഏകദേശം എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, 15 വയസ്സ്, സോറി,
സ്കൂൾ ജീവിതത്തിൽ 9th 10th ആടുന്ന മുതൽ ഈ ഡെയറിങ് പ്രിൻസിൻ്റെ ചില അംശങ്ങൾ ഉണ്ടായിരുന്നു. എ പ്ലേ ബോയ്, മനസ്സിലായില്ലേ, എല്ലാ കാര്യത്തിലും. ഓക്കെ, അതിങ്ങനെ കൂടി 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 വന്നു. ബുക്ക് പറയുന്നുണ്ട്, ഞാൻ അതിപ്പോൾ തുറന്നു പറഞ്ഞാൽ വായനക്കാർക്കൊരു വായിച്ചെടുക്കാൻ ഉള്ള ആ ഒരു എന്താ പറയുക സസ്പെൻസ് നഷ്ടപ്പെടും. സോ ഐ എം നോട്ട് ഗോയിങ് വെരി ഡീപ്പ് ഇൻ ടു ഇറ്റ് ഓൺ ദ ടോപ്പിക്സ്. ശരിക്കും ഒരു മനുഷ്യ സ്നേഹി എന്നുള്ളൊരു പദം സാറിന് എത്രമാത്രം യോജ്യമാണെന്ന് സാറിന് തന്നെ തോന്നാറുണ്ട്. കാര്യം ഈ ഒരു പുസ്തകം വിറ്റ് കിട്ടുന്ന വരുമാനം പോലും സാറ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ ഒരു പ്രവർത്തന രീതിയിലേക്കാണ് മാറ്റപ്പെടുന്നത്. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഉണ്ടാവുക, കഷ്ടപ്പെട്ട് ഇത്രയും യാതനകൾ സഹിച്ചു, ഒരുപാട് യാതനകൾ സഹിച്ചിട്ടാണ് സാർ ഈ പുസ്തകം ഈ ഒരു രചനയിലേക്ക് എത്തിയത്. ആ ഒരു ജീവകാരുണ്യ പ്രവർത്തന രീതിയിലേക്ക് സാർ എങ്ങനെയാണ്? അത് 1994-95 കാലഘട്ടം ഒരു മറക്കാനാവാത്ത ഒരു ജീവിതത്തിൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഒരു 3.25 കൊല്ലം ഒരു ജയിൽ ജീവിതം, ജയിൽ ലൈഫ്. ഏകദേശം മനസ്സിലായില്ലേ? ജയിൽ ലൈഫ് അതുണ്ടായിരുന്നു. അത് ചെറിയ കാലയളവല്ല, 3.25 കൊല്ലം വലിയൊരു കാലയളവില്ല, ഏകദേശം 4 കൊല്ലം പുറത്തിറങ്ങി. അതും ചെയ്യാത്ത കുറ്റത്തിന് ജയിൽ ശിക്ഷയല്ല, അത് റിമാൻഡാണ്. രണ്ടുമായിട്ട് വ്യത്യാസമുണ്ടല്ലോ. ആ റിമാൻഡ് കാലയളവാണ് ഇത്, ഈ 3.25 കൊല്ലം. പക്ഷെ അതിൻ്റെ വിവർത്തനങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡെയറിങ് പ്രിൻസ്. ഒരു യമൻ സ്ത്രീരത്വത്തെയാണ് സാർ ശരിക്കും വിവാഹം കഴിച്ചിരിക്കുന്നത്. അതുതന്നെ നമുക്ക് നമ്മുടെ മലയാളിക്ക് അത് ശരിക്കും ഒരു അതിശയകരമായ ഒരു സംഭവമാണ്. ആലോചിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് മാഡത്തിന് അറബി ഭാഷ, മറ്റുള്ള ലാംഗ്വേജൊക്കെ മാഡത്തിന് അറിയാമോ? എങ്ങനെയാണ് നമ്മുടെ മാഡവുമായിട്ടുള്ള ഒരു മറ്റുള്ളവർക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും. അതുകൊണ്ടാണ് ചോദിച്ചത്. സാറ് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നതല്ല, എന്നാലും ആ ഒരു പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കടന്നു വരണം, എന്നാലേ ഡെയറിങ് പ്രിൻസ് ആരാന്നുള്ളത് അറിയൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. അപ്പോൾ അത് ശരിക്കും ആ ഒരു വ്യക്തിത്വം, അത് ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് സാറ് പറയുന്നത് അതൊന്ന് പറയാമോ? ആ നമ്മുടെ ചെറിയ ഭാഗങ്ങൾ ഞാൻ പറയാം, കൂടുതലും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ 2022 ഉണ്ടായിരുന്നു ഒരു യൂട്യൂബ്, അതിലും പറയും. ആക്ച്വലി പിന്നെ ഐ നെവർ തോട്ട് ഓഫ് എ സെക്കൻഡ് മാരേജ്. ദിസ് ഈസ് മൈ സെക്കൻഡ് മാരേജ്. ഓക്കെ, വെൻ ഐ വാസ് എ പ്ലേ ബോയ് അതെല്ലാം കഴിഞ്ഞു. വെൻ ഐ ടേൺ ടു ബിക്കം എ ഹ്യൂമാനിറ്റേറിയൻ, ഐ നെവർ തോട്ട് ഓഫ് ഹാവിങ് എ സെക്കൻഡ് ഫാമിലി. ഒരുപാട് സന്തോഷമാണ്. അതെ, it is not decided by me, it is decided by God Almighty. He needs that I have to get married again. That is what is karmathinte phalam. Nallade yanalla parayum. Yes, I was a playboy. I turned to humanitarian after living in the റിമാൻഡ്. ആ റിമാൻഡ് ജീവിതത്തിലാണ് എന്താണ് മനുഷ്യത്വം എന്നുള്ളത് ഞാൻ. പക്ഷെ അത് പഠിക്കാൻ അവിടെ പോകാൻ ഞാൻ ഒരാളെയും നിർബന്ധിക്കില്ല. കാരാഗ്രഹം കാരാഗ്രഹത്തെ ഒരു ദിവസം 1 മണിക്കൂർ പോലും ആരും അതിൻ്റെ അകത്ത്. ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ സാറിനോട് ചോദിച്ചത്, നമ്മൾ ഒരു വ്യക്തിയെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എല്ലാം അറിയാൻ മറ്റുള്ളവർ നമ്മുടെ ചാനലിലെ പ്രോഗ്രാംസ് കാണുന്നവർ ആഗ്രഹിക്കും. ഇങ്ങനെ ഒരു സ്ത്രീരത്വത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത്, നമ്മൾ എന്ന വ്യക്തി ശരിക്കും ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ആ വിവാഹ ജീവിതം വഴി സാറിനുണ്ടാകുന്ന നന്മകളും അതിലുണ്ടാകുന്ന പൊന്നോമനകൾ ശരിക്കും ഇന്ന് ഒരാൾ റാങ്ക്
ഹോൾഡർ ആയിരുന്നു. അതെ. അത് ഏറ്റവും കൂടുതൽ അവൾ മൂത്ത മകൻ, അഭിമാനിക്കാം. 22-ൽ. ആ ഒരു യുദ്ധമുഖത്ത് നിന്നും വന്ന് ഇവിടെ ഒരു സ്കൂളിൽ പഠിച്ച് ഒരു സാധാരണ കുട്ടികളിൽ നിന്നും ഇംഗ്ലീഷും അറബിയും മാത്രം അറിയാവുന്ന ഒരു മകൻ ഇവിടുത്തെ ലാംഗ്വേജുമായിട്ട് ചേർന്ന് നിന്ന് പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും A+ ആണ് വാങ്ങിയത്. അപ്പോൾ റാങ്ക് ഹോൾഡറാണ് ശരിക്കും. അത് തന്നെ സാറിന് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന മക്കളുടെ കാര്യം ഏറ്റവും. കൂടാതെ ഇപ്പോൾ വളർന്നു വരുന്ന നമ്മുടെ മൂസ ചൈൽഡ് ആർട്ടിസ്റ്റ് ആവുകയാണ്. സാറിന് ശരിക്കും നന്മകൾ മാത്രമാണ്. ഇനി ഒരു പൊന്നോമനയായ മകൾ. അത് ഞാൻ ഡിസൈഡ് ചെയ്യുന്നില്ല. മുകളിലത്തെ ആളും കർമ്മ, ഞാൻ ചെയ്ത കർമ്മം നല്ല കർമ്മം. അതെ തെറ്റുകൾ ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും ഉണ്ടാവും. അതെ ഞാനും ചെയ്തിട്ടുണ്ട്, അതെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. കരുതിക്കുട്ടി ചെയ്തതല്ല, തെറ്റ് പറ്റിപ്പോകും, അതെല്ലാവർക്കും പറ്റും. പക്ഷെ ഡിസൈഡിങ് ഫാക്ടർ ഇസ് ഓൾമൈറ്റി. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്, അല്ലേ? അതേ സംഭവിച്ചിട്ടുള്ളൂ. ആ കുട്ടിക്ക് കിട്ടണമെന്നുണ്ട് റാങ്ക്. ആ കുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. മലയാളം അറിയാത്ത കുട്ടീനെ മലയാളം ഒരു 2 മാസം ഇന്റർവ്യൂവിന് പഠിപ്പിക്കാൻ പറ്റും. എല്ലാ കുട്ടിയും he worked hard, he deserved the rank and he is thankful to Almighty. ഞങ്ങളെല്ലാവരും നന്ദി. മകനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ സാറിന്റെ കണ്ണുകൾ നിറഞ്ഞു വരാറുണ്ട്. മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ മക്കൾക്ക് കിട്ടുമ്പോൾ അതാര മക്കളായിരുന്നു. എൻ്റെ മകനോ എൻ്റെ മകളോ എൻ്റെ ചെറിയ മകനോ അതൊന്നല്ല. ആർക്ക് കിട്ടുമ്പോൾ ഐ എം വെരി ഹാപ്പി, നോട്ട് ജെലസ്. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ കണ്ടുവരുന്നത് അസൂയ, ഈഗോസ്, ഇതെല്ലാം. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള ആരമക്കളായി I will be very happy and I will congratulate them. I will give my best. എന്നെ ഒരു സമ്മാനം ചെറിയ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അതെൻ്റെ ചെറുപ്പം മുതലേ ഇല്ല. അറിയുന്ന കൂട്ടർക്ക് അറിയാം, പക്ഷേ ആരും അതിനെ പ്രോത്സാഹിപ്പിക്കില്ല ഇന്നത്തെ. ബിക്കോസ് ഇറ്റ് ഇസ് ഫുൾ ഓഫ് കറപ്റ്റഡ്. അതെന്താന്ന് ഞാൻ പറയുന്നില്ല, എന്താ കറപ്ഷൻ എന്നില്ല. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ക്യാൻ ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താ ആരെയും കുറ്റം പറയാം. അത് ദാറ്റ് ഈസ് വാട്ട് വി ആർ സീയിങ് വിത്ത്. ആർക്കും നന്നാകുന്നത് കണ്ടുകൊണ്ടാണ്, അല്ലേ? ശരിയാണോ? അല്ലേ? ആർക്കും ആരെ തന്നെ നന്നാകുന്നത് എല്ലാം അപ്പന ഞാൻ മാത്രം. നമ്മൾ എന്തെങ്കിലും ഇടുന്ന് കൊണ്ടുപോവോ? നമ്മൾ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എന്നോട് ചില ഫ്രണ്ട്സ് ചോദിക്കും, എനിക്ക് ലൈഫിലൊന്ന് പോയി എന്തിനു പഠിക്കുന്നു? എനിക്ക് അടുത്ത മിനിറ്റ് എന്താന്ന് എനിക്കറിയില്ല. ഞാൻ ഇടുന്ന് ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ ഉണ്ടാവും. അപ്പം പറയാൻ പറ്റുന്നുണ്ടാവും. നല്ലത് പറയണ്ടെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ നമ്മളെ മക്കളെയല്ലോ പഠിപ്പിക്കും. അതാ വേണ്ടത്. മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഓരോ പേരൻസും they must give the guidance to the children to tell good about them. ഇവിടെ എന്താ നടക്കുന്നത്? കോപ്പി ആൻഡ് പേസ്റ്റ്. അതാണ് ലൈഫ് നടക്കുന്നത്, അല്ലേ? ആ വീട്ടിലെന്താ? ആ വീട്ടിൽ ഡോക്ടറാണെങ്കിലും എൻ്റെ മോനെ ഡോക്ടറാണ്, അല്ലേ? കോപ്പി ആൻഡ് പേസ്റ്റ് will lead you somewhere. ആ കുട്ടിക്ക് എന്താ ഇഷ്ടം, അതിലാണ് യു ഹാവ് ടു ടേക്ക്, ഇൻക്ലൂഡിങ് യുവർ സെൽഫ്, അല്ലേ? അതല്ലേ വേണ്ടേ? അല്ലേ? അവന് ആക്ടിങ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഹോട്ടൽ ബിസിനസ് ആയിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ IAS ഓഫീസർ. ലീവ് ഹിസ് ഓൺ വേ. അതല്ലേ ആവശ്യം? എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട്? You want to have another boy of a daring prince? This tells everything. എന്തുകൊണ്ട് പറ്റില്ല? ഇപ്പോൾ I and my wife, ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളുടെ കാര്യത്തിൽ പഠിക്കാൻ പറയാ, കളിക്കാൻ പറയാം. What they want, we will support
Financially. Ah. School fees. Closed. Not we like, as they like. അല്ലേ? അവർക്കേത് ഉപ്പായം വേണം, അവർക്കേത് സ്കൂൾ പഠിക്കണം, വാട്ട് സബ്ജക്ട് ദേ ഹാവ് ടു ടേക്ക്. അത് സാറ് പറയുന്നത് ശരിയാണ്. ഏത് സാറ് പറയും പോലെ ഇപ്പം ഒരു വലിയ സ്കൂൾ ചൂണ്ടിക്കാണിച്ചു തന്നാൽ ആ രക്ഷകർത്താവ് അത്രയും ഗതിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ പഠിച്ചത് വലിയ സ്കൂൾ, പിന്നെ അതിനും വലിയ സ്കൂൾ പഠിച്ചത്, അവിടെ നിന്ന് ചവിട്ടി പുറത്താക്കി. കൂടുതൽ ഞാൻ പറയുന്നില്ല, എന്താ ബുക്ക് ഓക്കെ. പിന്നെ വന്നത് എയ്ഡഡ് സ്കൂളിൽ, അതൊന്നുമില്ല, ഫീസേ ഇല്ല. അന്ന് ഞാനൊക്കെ തോന്നുന്നു 300 രൂപ മറ്റാ 3 മാസത്തേക്ക് എൻ്റെ ഫീസ്. ഓക്കെ, അവിടെയും ഇട്ടറിഞ്ഞു. അപ്പം എന്തുകൊണ്ടാണ് അത് ഈ ബുക്ക് പറയുന്നത്? അതിനപ്പുറം ഞാൻ പഠിച്ചിട്ടില്ല. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു, വീട്ടിൽ തന്നെ ബുക്ക് ഇറങ്ങി. എന്താ കാരണം? കൂടാതെ ഒരു മലയാളിയായ മനുഷ്യാവകാശ പ്രവർത്തകൻ എന്നാണ് ശരിക്കും പറയാൻ സാറിൻ്റെ ആ ഒരു രീതിയിൽ പോകുമ്പോൾ. സാർ ഇത്രയും 3 പദവികൾ ഒരേ നേരം UNGC, യുണൈറ്റഡ് നാഷൻസ് ഗ്ലോബൽ കോമ്പാക്ട്, അതിൻ്റെ 3 പദവികളിൽ ആ ഒരു തലപ്പത്ത് സാർ എത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ മലയാളികളായ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു സംഭവമാണ്, അല്ലേ? ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചു എല്ലാമാണ് സാറിൻ്റെ വിശേഷണങ്ങൾ, എത്രമാത്രമാണ് അതിനെക്കുറിച്ച്. എനിക്കൊരു സന്തോഷമില്ല, എന്നെ പിടിച്ച് ആക്കിയതാ, ഞാൻ എന്താ ചെയ്യാം? അത് ഒരു മനുഷ്യനെ കിട്ടുന്നത് ആക്കണമെങ്കിൽ ആ വ്യക്തി എന്തെങ്കിലും ആകണ്ടേ? സുപ്രഭാതത്തിൽ നവംബർ 14 ഒരു കോള് വരുന്നു, ഇന്ന ആളല്ലേ എന്ന് ചോദിക്കുന്നു. എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു സ്വീകരിക്കണം. ഈ പദവികൾ വന്നപ്പോൾ ഉണ്ടായ ഒരു സന്തോഷവും ഉണ്ട്, ഒരു ഭാഗത്ത് പിന്നെ വേണ്ടാന്നുമുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ജലസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് നമ്മളെ എതിര്, വടി കൊടുത്തിട്ട് അടിമടിക്കുന്നത്. മുമ്പ് എനിക്ക് എങ്ങനെയും പോവായിരുന്നു, ഒരു കുഡൂസ് കാലം, ആർക്കും അറിയില്ല, ട്രൗസർ ഇട്ടിട്ട് പോവും, ലുങ്കി ഉടുത്തിട്ടും പോവും, ബർമോഡ ഇട്ടിട്ട് പോവും, ജീൻസ് ഇട്ടിട്ട് പോവും, എല്ലാ വശത്തും പോവും. ഇപ്പോൾ തന്നെയാണ് പോകുന്നത്, എൻ്റെ അകത്ത് ഒരു മാറ്റമില്ല. ഏത് ഫംഗ്ഷന് പോകുമ്പോൾ ഞാൻ ടീഷർട്ടും ഇട്ടിട്ട്. പക്ഷെ ആൾക്കാർ ഇങ്ങനെ ട്രെയിനിനോ ഫ്ലൈറ്റിനോ അല്ലെങ്കിൽ ഒരു തൊച്ചു നോക്കുന്നതാണ് ഒരു ഫീലിങ്. എന്നിട്ട് വന്ന് സംസാരിക്കും, ഇന്റർവ്യൂവിലല്ല ഇതൊന്നും, പിന്നെ അതിന് ആൻസർ പറയാൻ നിൽക്കണം. ഐ ഡോണ്ട് ലൈക്ക്, ഐ ലൈക്ക് ലൈഫ് വിത്ത് പ്രൈവസി. ഇത് തന്നെ എഴുതാൻ പ്ലാൻ ചെയ്ത് തന്ന കഷ്ടപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ, വളരെ കഷ്ടപ്പെട്ടു. ആ ഭാഗങ്ങൾ ഒന്ന് ഓപ്പൺ. ഇത്രയും കാലം വിചാരിച്ചതുമാണ് അങ്ങനെയാ ഇങ്ങനെയാ, സ്റ്റാർട്ട് ഫ്രം ദി ഏജ് ഓഫ് 12, 12 വയസ്സിൽ തുടങ്ങിയതാണ്. നീ ഒന്നിനും കൊള്ളൂല, ഒരു ഉയ്യൻ്റപ്പ എന്ന് പറയില്ല നമ്മൾ, ഉയ്യൻ്റപ്പ എന്നാ നമ്മൾ കണ്ണൂരിൽ പറയും. നിന്നെ ഒന്നിനും കൊള്ളൂലടാ, അങ്ങനത്തെ ഒരു ടൈമുണ്ടായി. സോ അതൊന്നും ജനങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അല്ലേ? ആ ഒരു സന്തോഷത്തിൻ്റെ പേരിലാണ് തുറന്ന് പറഞ്ഞത്. ആരും തുറന്ന് പറയില്ല എന്ന എൻ്റെ ഒരു വിശ്വാസം. മുഴുവനും കുറച്ച് ഭാഗമെങ്കിലും ഒളിപ്പിച്ചു വെക്കാം. ദിസ് റിവീൽസ് ദ ട്രൂത്ത് ഓഫ് മൈ ലൈഫ്. ഐ ചാലഞ്ച്. ആ ഒരു യമൻ യുദ്ധകാലത്ത് നടന്ന സംഭവങ്ങളുടെ കുറേയധികം വിശേഷത്തിലുണ്ട്. അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഓർമ്മയില്ലാത്തതും ഉണ്ടാവും. ഇപ്പൊ കുറെ കഴിഞ്ഞാൽ ഞാൻ അത് ചേർക്കണമായിരുന്നു, ഇത് എല്ലാം തോന്നിയിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ടു ലേറ്റ് ആയിരുന്നു. പാർട്ട് 1 അല്ലല്ലോ ഇത്, കംപ്ലീറ്റ് ആണ്. ഇനിയിപ്പം ദൈവം വിചാരിക്കുന്ന പോലെ എന്തെങ്കിലും തരത്തിൽ വേണം. ശരിക്കും ആ സമ്പാദ്യം കഷ്ടപ്പെട്ടത് മുഴുവൻ അവിടെയാണ്. സാറിന് തിരിച്ചു പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പേ വരെ. പക്ഷെ ഇനിയും അങ്ങോട്ട് പോയിട്ട് ABCD പഠിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രായം കൂടിയല്ലേ, കംപ്ലീറ്റ് ഓൾമോസ്റ്റ് 60 കഴിഞ്ഞില്ലേ. അപ്പോൾ ഇനി ABCD പഠിക്കാൻ പോകണോ? ഉള്ളത്
അറിയുന്നത് പോരെ, സന്തുഷ്ടനായിട്ട് ഇരുന്നാൽ പോരെ, കിട്ടുന്നുണ്ട് ചെലവിനുള്ള എല്ലാം ഭക്ഷണം ഇന്ന് വരെ, നാളെ എനിക്കറിയില്ല. അപ്പോൾ ഉള്ളതിനെ കൊണ്ട് സന്തോഷിച്ചാൽ പോരെ എന്നുള്ളൊരു തീരുമാനം അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്. സാർ ശരിക്കും ഒരു ബിസിനസ് അസോസിയേറ്റ് ആണ് ഇപ്പോഴും. തൊഴിലഭിവൃദ്ധി പറയാൻ അത് എങ്ങനെയാണ് സാർ ആ ഒരു ഫീൽഡിലേക്ക് സാധിക്കുന്നത്? അത് വന്നത് ഞാൻ അവിടെ അവര് കുറച്ച് കോൺട്രാക്ട്സ് ചെയ്തു കൊടുത്തു അവർക്ക് വേണ്ടിയിട്ട് ഡയമണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് പോകുന്നത്. അന്ന് അവിടെ സ്വന്തം ബിസിനസ് ഇപ്പോൾ അതേമാതിരി തന്നെ ആ കടപ്പാടുണ്ട്. അത് ആണല്ലോ, നിങ്ങൾ പ്രേക്ഷകർക്ക് കാണിക്കണ്ട, ഉണ്ടല്ലോ, കടപ്പാടല്ലേ ഇത്. അപ്പൊ പ്രേക്ഷകർ വായിച്ചാൽ തിരിയല്ലോ എന്താ എങ്ങനെയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഈ പുസ്തകം വാങ്ങുകയും ചെയ്യും, വാങ്ങണം. അവരത് ചെയ്യുന്നത് വഴി ഒരു ചാരിറ്റി അവർ ചെയ്യുന്നത്. അവർ വായിക്കാൻ വേണ്ടിട്ട് പിന്നെ അത് കളയാം, പക്ഷേ ദേ ആർ ഡൂയിങ് ചാരിറ്റി. ആ അവരിറക്കുന്ന പൈസ നേരിട്ടല്ലാതെ ഒരു വലിയ സ്ഥാപനമായ വലിയ ഗുരു, എൻ്റെ കൂടെ പഠിച്ച ഗുരുവായ കുട്ടിയും ആയ മോഹൻജിയുടെ നേതൃത്വത്തിലാണ് ആ പണം ചെലവഴിക്കുന്നത്. അതായത് ചാരിറ്റി, വിദ്യാഭ്യാസ കുട്ടികളെ, അന്നദാനം എല്ലാത്തിലും ഉണ്ട്. അന്നദാനം എന്ന് പറയുമ്പോൾ ഇതെന്തോ ഒരു അന്നദാനം എല്ലാ പുസ്തകത്തിലും. മാർച്ച് 23 ശരിക്കും ഈ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ സാറിൻ്റെ തന്നെ ക്ലാസ്മേറ്റായ ഡോക്ടർ മോഹൻജി നിൽക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുകിട്ടുക, നേരിട്ടൊന്ന് കാണുക എന്നൊക്കെ ഉള്ളത് വലിയ ഏറ്റവും വലിയ മോഹങ്ങളിലൊന്നായിരുന്നു. അങ്ങനെ ഒരു വ്യക്തി സാറിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതേ വ്യക്തി തന്നെ സാറിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാനിടയായപ്പോൾ എന്താണ് സാറിനുണ്ടായ ഒരു സന്തോഷം, കമൽജിക്ക് ഉണ്ടായ ഒരു സന്തോഷം? അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ എഴുതുന്നെന്ന് പറഞ്ഞ സമയം, അല്ല റിലീസ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞ സമയത്ത് തന്നെ എന്നോട് പറഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പേ എനിക്കതൊന്ന് വായിക്കണം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോ അടുത്ത സുഹൃത്തുക്കളോ പറഞ്ഞു ഞാനിങ്ങനെ ഒരു ആത്മകഥ. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞത് കൺഗ്രാജുലേഷൻസ് മോട്ടി എന്ന് തന്നെ വിളിക്കുക. ഐ കനോട്ട് വെയിറ്റ് അൺടിൽ ഇറ്റ് ഈസ് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യുന്നവരെ കാത്തിരിക്കാനുള്ള പുള്ളിക്ക മോഹൻജിക്ക് അറിയാതിരിക്കാം. ഗുരുക്കന്മാർക്ക് പലതരത്തു നിന്നും ഇത് വരുമല്ലോ, ഇതിൻ്റെ അകത്ത് സത്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഒരു ദൈവിക ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലും ഹൃദയത്തിലും വന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അപ്പം എഴുതി കഴിഞ്ഞിരുന്നു തന്നെ. അതായത് എനിക്ക് ഇനി എന്ത് കിട്ടിയാലും, ലക്ഷങ്ങൾ കോടികൾ കിട്ടിയാലും ആ ഒരു സുഹൃത്ത് കൂടെ പഠിച്ച്, അതും അദ്ദേഹം വി വെർ നോട്ട് വെരി ഗുഡ് ഫ്രണ്ട്സ് പഠിക്കുമ്പോൾ. He was in a different angle and I was in a different angle. കീരിയും പാമ്പും പോലെയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അടികൂടുകയല്ല. He was a very silent, soft person. I was a playboy. ആയിട്ടില്ല, ആയിക്കൊണ്ട് വരുന്ന ഒരു, അപ്പോൾ അറിയാലോ സ്കൂളിലെ വികൃതത്തരം, രാഷ്ട്രീയം. So I was going to become, it is the first steps of a playboy. School പഠിക്കുന്നത്. So I'm really thankful to Mohanji and his family members. എൻ്റെ കിട്ടുന്ന വരുമാനം അവർക്ക് കൊടുത്തിട്ട് നല്ല കാര്യങ്ങളിലൊക്കെ ചെയ്യാം. കാരണം എനിക്കായിട്ട് ഇനിയിപ്പം ഒരു ഇതായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട്. They are organized, well organized. Amokar is there.
മോഹൻജി ഫൗണ്ടേഷൻ ഇസ് ദെയർ, ആക്ട് ഫൗണ്ടേഷൻ ഇസ് ദെയർ, പല രാജ്യങ്ങളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വിനീതമായ ചെറിയ കോൺട്രിബ്യൂഷൻ ഹെൽപ്പ് ത്രൂ യു മീഡിയ, ഗുരുകൃപ, ഗുരുപ്രിയ, അതുപോലത്തെ അവരെ കൂടെ അവരെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ചെയ്യാനും. അത് അങ്ങനെ ഒരു ഗുരുപ്രിയ ചാനലിൽ നമുക്ക് സാറിനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് തോന്നിയത് തന്നെ സാറെന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അത്രയും നല്ലൊരു വ്യക്തിയാണെങ്കിൽ ചെയ്യാം ലക്ഷ്മി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു അഭിമാനമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു മേഖലയിൽ ഇത്രയും തിരക്ക് പിടിച്ച് സാർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ സാർ പൂനെയിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് വന്നത്. ഓക്കെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ചാനലിന് തന്നെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. കാര്യം ആ ഒരു ചാനലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്നവരെ ആയാലും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നവരായാലും അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ കൈപിടിച്ചുയർത്തുന്നു. ആ ഒരു ചെറിയ ചാനൽ വലിയ ചാനൽ എന്നുള്ളൊരിതില്ല. ആ ചാനൽ അങ്ങ് അറ്റം തന്നെയാണ് നിൽക്കുന്നത്. അത് കാണുന്ന പ്രേക്ഷകരിലാണ് അത് ഇഷ്ടപ്പെടുന്നത്, ഇഷ്ടം ജനിക്കുന്നത്. അതിന് ഒരു ഇതിൻ്റെ അകത്തൊരു നല്ലൊരു വന്നിട്ടുണ്ട്. ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണ്. ഇത് പുസ്തകത്തിൽ ചില ബിസിനസ്സിലെല്ലാം എത്രയോ ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളിലും എല്ലാം പുസ്തകം പറയുന്നു, ഫ്രാൻസിലും ജർമ്മനിയിലും പല സ്ഥലത്തും ചൈനയിലും എല്ലാം ചെയ്തു. പക്ഷെ ഇത് ഗുരുപ്രിയ ചാനലിന് വേണ്ടി കൊടുക്കുന്നത് എനിക്ക് എൻ്റെ സന്തോഷം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഗുരു ലൈറ്റാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഗുരു ലൈറ്റും അതേമാതിരി അത് ഏൽപ്പിച്ചത് ഗുരു മോഹൻജിയാണ്. അപ്പൊ ഈ 3 ഗുരുക്കൾ ഗുരു 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 വരുമ്പോ ഏറെ ആയിട്ടുള്ള ഒരു സന്തോഷം. നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ക്യാമറാമാൻ ബ്രദറായാലും ചേട്ടനായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ശരിക്കും അവർ മാറി നിന്ന് ഒരുപാട് സന്തോഷം അവർക്ക് ഉണ്ടാവുന്നുണ്ടാവും. ആ ഒരു കാര്യം ചിലരൊന്നും ചില കാര്യങ്ങൾ പറയില്ല, മനസ്സിലായിട്ടില്ലേ സാർ? ഒരുപാട് ഉയർച്ചകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ വന്ന വഴികളൊക്കെ ചിലർക്ക് പെട്ടെന്ന് മറന്നു പോകും. നമ്മൾ ചിലപ്പോൾ പാതയിൽ മാറി നിന്ന് അവരത് നോക്കിയ പോലും നമ്മളെ തിരിച്ചറിയണമെന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ചിലപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ട് വന്നത് നമ്മൾ ആരും ഒരു ഇങ്ങനെ ഇത് നമ്മൾ ചെയ്തതാണ് എന്നുള്ളൊരു അങ്ങനെയൊന്നും നിൽക്കുന്നില്ല. പക്ഷെ ചിലർ ഏത് വ്യക്തിയും എത്ര എതിർപ്പുള്ള വ്യക്തിയും എന്നെ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കും. അപ്പോൾ ഏത് രാത്രിയായാലും അതേപോലെ തന്നെ എന്നെ ബ്ലോക്ക് ചെയ്ത കൂട്ടർ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റും, എനിക്ക് വിളിക്കാൻ പറ്റുമോ? ഇപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വളരെ ചുരുക്കം പേരെ ഉണ്ടാവുള്ളൂ, 1 2 ഉണ്ടാവും, ഇല്ലാണ്ട് നിൽക്കില്ല. അത് ആർക്കാരും ഉണ്ടാവും. അത് പിന്നെ മടിച്ചിട്ടല്ല, കുറ്റബോധം കൊണ്ടാണ്. കുറ്റബോധം കൊണ്ട് മാത്രമേ, അല്ലാണ്ട് ഞാൻ അവർക്ക് പൈസ കൊടുക്കാനോ ഞാൻ അവരെ ചതിച്ചിട്ടോ ഞാൻ അങ്ങനെ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. ഇനി അത് അഥവാ എന്തെങ്കിലും സംഭവിച്ചാൽ വിളിക്കാൻ നോക്കിയാൽ ആ നമ്പർ പോകുന്നുണ്ടാവില്ല. അങ്ങനത്തെ കുട്ടികളോട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഹാബിറ്റ് അതാ. അതായത് ഒരാളോട് അയാൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യമോ ഉദ്ദേശമോ അല്ലെങ്കിൽ ഞാൻ മാറി നിൽക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊന്നും വെച്ചിരിക്കുന്ന പരിപാടിയാണ്. മാഡം തന്നെ എന്താ ഇന്റർവ്യൂ ചെയ്ത് നാളെ എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ പറയും, നോ, ഐ കൻ നോട്ട് ഡു ദിസ്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് മൈ കൺട്രോൾ. തുറന്നു ഓ ഞാനിത് ഇന്റർവ്യൂ ചെയ്തിട്ടില്ലേ, അങ്ങനെയെല്ലാം ചിന്തിക്കാം. ബട്ട് ഐ വിൽ സ്പീക്ക് ആസ് എ ഡയറക്ടർ. ഇതെൻ്റെ പോളിസി, എൻ്റെ പ്രിൻസിപ്പിളാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് സാറിന് ഇഷ്ടപ്പെട്ട കുറച്ച് എഴുത്തുകാരുണ്ടാവും, അവരുടെ രചനകളുണ്ടാവും. അതിൽ ഇപ്പോൾ സാറിന് ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു രചനയെ കുറിച്ച്, ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് ഇപ്പോൾ ഞാൻ അത്ര വായിക്കുന്ന സ്വഭാവക്കാരനൊന്നുമായിരുന്നു. ബട്ട് ഐ ലവ് ഖലീൽ ജിബ്രാ, ലെബനീസ്. അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ഞാൻ കുറച്ച് വായിക്കുന്നത്, ഐ ലൈക്ക് ഇറ്റ്. പിന്നെ അബ്ദുൽ കലാം സർ, ഹി ഈസ് മൈ അൺസീൻ മെന്റർ. കണ്ടിട്ടില്ലാത്ത I really admire. Of course, Gandhi also. But
അതെ കലീൽ ജുബ്രാന്റെ. അപ്പോൾ സാറ് മലയാളിയായിട്ട് സാറ് നിൽക്കുന്ന ആ ഒരെണ്ണം മുറിയിലുണ്ട്, അത് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്യുന്നത് അത് ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ. ഹ്യൂമൻ റൈറ്റ്സ് തന്നെയാണ്. മറ്റേതെല്ലാം ഹ്യൂമൻ റൈറ്റ്സിൽ ചെയ്യുന്നത് തന്നെയാണ്. അത് ഏടെ കണ്ട് ഹ്യൂമൻ റൈറ്റ്സ് മാത്രമല്ല, ആനിമൽ റൈറ്റ്സ്, പ്രൊട്ടക്ഷൻ, മറ്റേ എൻവയറമെന്റൽ, ട്രീ, അതിൻ്റെ എല്ലാം ഐ ഫീൽ ഹാപ്പി. പൈസ ഇങ്ങനെ ആരും വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കുന്നതിൽ ഏറ്റവും ഭയങ്കര സന്തോഷം. ആർക്കും അതെല്ലാം ആടെ കൊടുക്കുക ഭക്ഷണം വേണം, അതിൻ്റെ ബില്ല് ഞാൻ തരുന്നു, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാർക്കായാലും ഐ ഫീൽ ഹാപ്പി ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനെ പറയുന്ന സാറിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും നമ്മുടെ സ്ത്രീകൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പെൺകുട്ടികൾ ഇപ്പോൾ ഒരേ മേഖലകളിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലല്ലോ. ഓരോന്നിങ്ങനെ ഒരു ഗാനമേളയിൽ പാടാൻ പോകണമെങ്കിലും അവർ നമുക്കൊരു പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ചില വീട്ടുകാർ സമ്മതിക്കില്ല, ചിലർ സമ്മതിക്കും. പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നുമല്ല. ഒരു ഇന്റർവ്യൂ മേഖലയായാലും ഇപ്പൊ നമുക്ക് തന്നെ ഒരു വർക്ക് ചെയ്യാൻ നമ്മുടെ പ്രദേശത്തിൻ്റെ കൂടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്കൊന്നും തോന്നാറില്ല. നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾ എന്നുള്ളൊരു നിലയിലാണ് നമ്മൾ അവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന അങ്ങനെയൊക്കെ നിൽക്കുന്നത്. സാറിന് ഈ സ്ത്രീകൾ ഉയർന്നു വരുന്ന ആ ഒരു ഇതിനോട് എന്താണ് സാർ? ഐ ആം വെരി ഹാപ്പി. വുമൺ എംപവർമെന്റ് എൻ്റെ ഒരു പാർട്ടാണല്ലോ. വുമൺ ആൻഡ് ചിൽഡ്രൻ എംപവർമെന്റ് ഇസ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. അതില്ലെങ്കിലും ഞാൻ ചെയ്യും. ഏത് ഹ്യൂമാനിറ്റേറിയൻ ആയതിനു ശേഷം, നോട്ട് വെൻ ഐ വാസ് എ പ്ലേ ബോയ്. ആ കാലങ്ങളിലില്ല. പക്ഷെ സിമ്പത്തി എമ്പത്തി എല്ലാം ഞാൻ അന്ന് കീപ്പപ്പ് ചെയ്തിരുന്നു. മനസ്സിലായില്ലേ? എന്റെ അർത്ഥം മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇന്ന് ഐ ആം ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ്, എസ്പെഷ്യലി ടു ഡെവലപ്പ് മൈ co-brothers, co-sisters, co-mothers, എല്ലാവരും I encourage them free of cost, even without taking any traveling amount. I go and put it from my pocket. അപ്പോൾ എൻ്റെ ശമ്പളം അല്ലെങ്കിൽ എൻ്റെ വരുമാനം തികയുന്നില്ല. മനസ്സിലായി? ഞാൻ അതും കൂടി ഫീസ് അടക്കാൻ പൈസ ഉണ്ടാവും. ഒരു ടൈമില് ഐ വാസ് സ്ട്രെസ്ഡ്. അപ്പോൾ ചില സമയം ഫീസ് എടുക്കാൻ, നാളെ ഫീസ് എടുക്കണം, നാളെ ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് പറയും. ഞാൻ ഇങ്ങനെ പക്ഷെ എന്തോ അതെങ്ങനെ ചെയ്യും, ആരെങ്കിലും കവർ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ചെലവാക്കി അതിൻ്റെ അകത്ത് ഞാൻ സന്തോഷം കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു പുസ്തകം വന്നു കഴിഞ്ഞാൽ കുറേ ഭാഗം ഒരു 10-25% കവർ ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് ഈ ചാരിറ്റിക്ക് വേണ്ടി. അല്ല, ഞാൻ കണ്ണൂരല്ല, ഞാൻ മൂന്നാർ പോകുന്ന വഴിക്ക് ഒരു തലക്കോട് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമം, അവിടെയാ താമസം. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവിടെ എടുക്കാൻ കാരണം എനിക്ക് ഫ്ലൈറ്റിൽ എപ്പോൾ യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും. ഇപ്പം പിന്നെ കോവിഡിന് ശേഷം എല്ലാം വർക്ക് അറ്റ് ഹോം ആ പാറ്റേണിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സീരിയസ് മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകാം. ഇപ്പം ഈ കോവിഡിന് ശേഷം, അന്ന് കോവിഡിന് ശേഷം എനിക്കും ശേഷവും കുറേ ഭാഗം എനിക്ക് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഐ ഡിൻ ടേക്ക് വാക്സിനേഷൻ. ഞാൻ എടുത്തിട്ടില്ല എൻ്റെ ജീവിതം. എനിക്ക് കോവിഡ് അങ്ങനത്തെ ഒരു ഇത് വേണ്ട, വിളിക്കുമ്പോൾ പോവുക. പ്രകാശന ചടങ്ങിന് കുറേയധികം വിശിഷ്ട വ്യക്തികൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മുടെ കേമോദ് സാർ വന്നിട്ടുണ്ടായിരുന്നു, അവരൊക്കെ വന്നിട്ടുണ്ടെന്ന് ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യമാണ്, ശരിക്കും അത് കേമോദ് സാറുമായിട്ടുള്ള ഒരു ബന്ധം, സാറിൻ്റെ ആ ഒരു പ്രസംഗ ശൈലി, പ്രസംഗ രീതി, സാറിൻ്റെ ഈ പുസ്തകവുമായിട്ടുള്ള ആ ഒരു എങ്ങനെയായിരുന്നു സാറിന് ആ സാറുമായിട്ടുള്ള കുറച്ച് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ ബന്ധങ്ങളായിരുന്നു. ഞാൻ ഐ വി ശശിയായിരുന്നു, പിന്നെ പപ്പുമായിട്ട് ഉമ്മർക്ക, എ ടി ഉമ്മർക്കേൻ്റെ അടുത്ത് തന്നെ എൻ്റെ പേരൻസ് കൊണ്ടാക്കി സിനിമ എഡിറ്റിങ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട്
ഒരു 16-15 വയസ്സുള്ള 16 വയസ്സ് കുറച്ച് മാസങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ വെച്ചിട്ട് ഇവിടെ നമ്മളെ പാർസൺ ബിൽഡിങ്സ് അന്ന് ഉമ്മർക്ക് ഉമ്മർക്ക് അവിടെയായിരുന്നു. ഉമ്മർക്കാണ് കുറേ വിശേഷിച്ച ഒരുവിധ പടങ്ങളിലെല്ലാം. അപ്പോൾ അവിടെ കൊണ്ട് തന്നെ എഡിറ്റിംഗ് പഠിക്കാനായിട്ട് കൊണ്ടാക്കി കോടമ്പാക്കത്താണ്. അങ്ങനെ അത് ഡിസ്കണ്ടിന്യൂ. അപ്പോൾ അവിടെ വന്നിട്ട് കുറേ ആൾ പരിചയപ്പെട്ടു. പിന്നെ ഞാൻ മഹാറാണി ഹോട്ടലിലേക്ക് പോകുമായിരുന്നു. അങ്ങനെയാണ് റോബിൻ തിരുമലെല്ലാം 38 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ആ ബന്ധങ്ങൾ പുതുക്കാൻ കാരണം. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം സിനിമയായിട്ട് വെച്ചിരുന്നു ആ കാലത്ത്. സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഉമ്മർക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇവരെല്ലാം വരുവേ ഡയറക്ടേഴ്സ്, കുറേ വിശ്വംഭരൻ സ്വാമി, അഭിഷേകത്തെ, അങ്ങനെ കുറച്ച് പേരുള്ള ആ ബന്ധങ്ങളിൽ ഇല്ല. പിന്നെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഇങ്ങനെ ചെയിനായിട്ട് പോവല്ലോ. അതാണല്ലോ ഫിലിം ഇൻഡസ്ട്രി. ആ ഇത് മാത്രമേ ഇല്ല. അപ്പോൾ വീണ്ടും 38 കൊല്ലത്തിന് ശേഷം റോബിൻ, പിന്നെ സുനിൽ കാരന്തൂർ, പിന്നെ മധുശേഖരൻ, അവരെല്ലാം ആയിട്ട് ആ കണക്ഷൻ. പക്ഷെ അങ്ങനെ ചെറിയ ഓർമ്മകളേ ഉള്ളൂ. ഫിലിമിനെ പറ്റിയിട്ട് എനിക്ക് ഇപ്പോൾ സംസാരിക്കാൻ ഇങ്ങനെ ആരും വന്ന് വിളിച്ചു കഴിഞ്ഞാലും അങ്ങനെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. എൻ്റെ ചെറിയ മോനെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഡാഡിക്ക് കഴിവുണ്ടെങ്കിൽ ഉള്ളത് വീട്ടിലോട് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ ഒന്നും കൊടുത്തിട്ടൊന്നും പോവില്ല. സന്തോഷം. നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ സാറിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ ചിലപ്പോൾ ഇനി ഒരു ആഗ്രഹമില്ല. സുഖമില്ലാതെ കിടക്കാതെ ശ്വാസം നിർത്തണം, അത് മാത്രം. അതെന്തായാലും ഇപ്പൊ നടക്കത്തില്ല സാർ. കാര്യം കുറേയധികം ആൾക്കാരെ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. മുകളിലത്തെ ടോക്കൺലെസ് ക്യൂ എന്നാ ഞാൻ പറയാം. എല്ലായിടക്കും ടോക്കൺ ഉണ്ടാവും അല്ലേ? ബാങ്കിൽ പോയാൽ ടോക്കൺ ഉണ്ട്, റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ടോക്കൺ ഉണ്ട് അല്ലേ? ടോക്കൺ അല്ലേ ക്യൂ അല്ലേ? ഉണ്ടോ ഇല്ലേ? സമ്മതിക്കൂലേ? എയർപോർട്ടിൽ പോയാലും ക്യൂ. ഇനി VIP ആണെങ്കിലും അതിൻ്റെ അകത്ത് ഉണ്ടാവും ഒരു ക്യൂ. ആ വിളിക്ക് ഒരു ക്യൂ ഇല്ല. സമ്മതിക്കില്ലേ? സമ്മതിക്കോ? അത് വിചാരിക്കണ്ട. അത് ഓൾറെഡി ചാർജ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. കമാലിനെ ഇന്ന ദിവസം വിളിക്കണം, മറ്റേ ഇന്ന ദിവസം വിളിക്കണം, ഇന്നയാളെ വിളിക്കണം. ആർക്കും മാറ്റാം. നമ്മൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ സാറിൽ നിന്ന് നമുക്ക് ഇങ്ങനെയുള്ള ആ ഒരു ഉള്ളിൽ തട്ടിയ മറുപടി അത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കത് കേട്ടിരിക്കാനും ഒരു വലിയ സന്തോഷമാണ്. അത് ഒന്നുപോലും നമുക്ക് ഉള്ളിൽ ഒരു വേദന ചങ്ങായി പറഞ്ഞല്ലോ, ഓ ഇവനിങ്ങനെയാ അങ്ങനെ ഇവനിവിടെ എത്തിപ്പോയാ അങ്ങനെയെല്ലാം പറയാനല്ലോ. ഇനി എന്തെങ്കിലും സാറിന് സമൂഹത്തിലേക്ക് കൊടുക്കാൻ കുറേയധികം ഉണ്ടാകുമല്ലോ? എനക്കൊന്നുമില്ല. പല ഗുരുജിമാരുണ്ട്. ഓക്കെ, അവരെല്ലാം പോയി കാണുക, അവരെടുക്കുന്നെല്ലാം പഠിക്കുക. അല്ലാണ്ട് ഞാൻ ഗുരുവൊന്നുമില്ല. ഞാൻ പുസ്തകത്തിനും നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നാണ്, അതെ, സത്യമായിട്ട് എഴുതിയിട്ടുണ്ടാണ് എൻ്റെ വിശ്വാസം. അതെ, ഇപ്പൊ മലയാളം വരുന്നുണ്ട്, ഫ്രഞ്ച് വരുന്നുണ്ട്, അറബി വരുന്നുണ്ട്, പിന്നെ മന്ദറിൻ, ചൈനീസാണ്. എൻ്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ചൈന. അവർക്കെല്ലാം അവർക്ക് ഇംഗ്ലീഷ് അത്ര കടുപ്പത്തിൽ തിരിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ശരിക്കും ഈ പരിഭാഷപ്പെടുത്തുന്നത് നമ്മുടെ ഷഹനാസ് പോലുള്ള അങ്ങനെയുള്ള വലിയ വ്യക്തികളാണോ അതേ സ്ഥാനത്ത് തന്നെ? അല്ല, ഞാനിപ്പോൾ ഞാൻ യൂസ് ചെയ്യാം കഴിയുന്നിടത്തോളം ഈ പ്രൊഫസേഴ്സ്, മലയാളം പ്രൊഫസേഴ്സ്, അതുപോലത്തെ സാഹചര്യം കിട്ടിയിട്ട് ഇപ്പം എൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഞാൻ ഈ ബുക്കിൻ്റെ 4-5 മാസം മുമ്പേ സ്ക്രിപ്റ്റിൻ്റെ ലാസ്റ്റ് കണ്ടന്റ് ഉള്ള സമയത്ത് ഞാൻ മാർക്കറ്റിംഗ് ചെയ്യാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ. കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടാവും. ലോഞ്ചിങ് സൂൺ എന്ന് പറഞ്ഞു. അതേപോലെ ബിക്കോസ് ഐ എം എ മാർക്കറ്റിംഗ് മാൻ. എൻ്റെ ബുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേറെ ആളെ ആവശ്യമില്ല. അഫ്കോഴ്സ് ലൈക്ക് പോയിന്റ് ഓഫ് ബൈയിങ് വേണ്ടി വരും. എനിക്ക് ഈ എല്ലാ ബുക്കും കൊണ്ട് ഇന്നത്തെ എല്ലാം ഇലക്ട്രോണിക് മീഡിയ ഉണ്ട് അല്ലേ? അപ്പോൾ ഡിജിറ്റൽ മീഡിയയിൽ കൂടി ഗുരുലൈറ്റ് ഇസ് സപ്പോർട്ടിങ് മീ, ആമസോൺ ഇസ് സപ്പോർട്ടിങ് മീ,
Flipkart is supporting me. I'm very thankful. Even though both I am prime members. ഞാൻ പ്രൈം മെമ്പറാണ് ആമസോണിൻ്റെ, അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെ. സോ ദേ ആർ ഹെൽപ്പിംഗ് മീ. ഐ എം വെരി താങ്ക്ഫുൾ. പിന്നെ നിങ്ങളെ പോലത്തെ മീഡിയകൾ ദേ ആർ ഹെൽപ്പിംഗ്. എല്ലാ പത്രങ്ങളും ലോഞ്ചിന് ഇറക്കി. 10 ദിവസമായിട്ടുള്ള കൊച്ചുകുട്ടിയല്ലേ ഇത്. ഇനി എത്ര കൊല്ലം വളരണം? ഞാൻ മരിച്ചു കഴിഞ്ഞാലും പോണ്ടേ ഇത്, അല്ലേ? ഉള്ളാണ് എൻ്റെ പെടുന്ന ചെയ്തുകൊണ്ടുവന്ന എൻ്റെ വിശ്വാസം. ആ വിശ്വാസം തന്നെ എന്നെ എത്തിച്ചത്. ഞാൻ കിണറ്റിൽ വീണു. അപ്പോൾ ഞാനെന്നെ സ്വയം രക്ഷിക്കേണ്ട ആദ്യം എന്നാ, എന്നാലേ മറ്റേ ആളെയും കൂടി രക്ഷപ്പെടുത്താൻ പറ്റും. ദിസ് ഇസ് വാട്ട് ശരിയല്ലേ? ആദ്യം ഞാൻ രക്ഷപ്പെട്ടാലേ മറ്റേയും. ഇപ്പം ഞാൻ ആദ്യം അയാളെ രക്ഷപ്പെട്ടതിന് 2 കുടുംബങ്ങളും ആളുകളും കൂടി മരിക്കൂല, അല്ലേ? മരിക്കൂലേ? ആ അപ്പം അതിൻ്റെ എന്തോ അർത്ഥം അതിൻ്റെ അകത്ത് ഉണ്ടാവുമെന്ന് ഊഹിക്കും. ഞാൻ അഡ്വൈസ് ചെയ്യാൻ ഞാൻ ഗുരുവൊന്നുമല്ലല്ലോ. ഈ ഡോക്ടറിനൊക്കെ പോകാൻ പറ്റില്ല, അല്ലേ? ഈ ഡോക്ടറിലെ അപ്പുറത്തെ ഡോക്ടർ ചേഞ്ച് ചെയ്യില്ല ഡോക്ടർ. ഓ, ഇയാൾ തീരെ ശരിയില്ല. അതേമാതിരി അത് പറയില്ല എന്ന് മാത്രം മനസ്സിൽ. അതേമാതിരി തന്നെ ഞാൻ കാണുന്നതാണ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. ആ ഡോക്ടർ ശരിയില്ല, അത് തന്നെ ജോത്സ്യനും ഞാൻ ജോത്സ്യം ശരിയില്ല. അതേമാതിരി തന്നെ ദൈവത്തിൻ്റെ അല്ലേ? അങ്ങനെ ആദ്യം അവനവനെ വിശ്വസിക്കും. പിന്നെ എവിടെ പോയി കഴിഞ്ഞാൽ ഒരു ടാർഗറ്റ് ഉണ്ടാവും. ഐ വിൽ ഡു ഇറ്റ്, അല്ലേ? അന്നേരം പിന്നെ ഏത് ഡോക്ടർ പിന്നെ ക്ലിനിക്കൽ അസിസ്റ്റൻ്റ് ആയിട്ട് എന്തായാലും സാറിൻ്റെ ഓരോ വാക്കുകൾ എല്ലാ മനുഷ്യരിലും ഓരോ രീതിയിൽ പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം ഇടയ്ക്ക് തമാശ, ഇടയ്ക്ക് ഉള്ളതെല്ലാം തുറന്നു പറച്ച് മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യനിൽ ഉണ്ടാകുന്ന സകല വികാര വിചാരങ്ങളുമാണ് സാർ പ്രകടിപ്പിച്ചത്. അപ്പോൾ നമുക്കൊരു വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കണമെന്ന് പറയും. നമ്മൾ ചോദിക്കേണ്ട കടമ നമ്മുടേതായിരുന്നു. സാറിന് ഉണ്ടാകുന്ന ക്ഷീണം എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിരുന്നു. അതുകൊണ്ടാണ് സാറിന് നല്ല ക്ഷീണമുണ്ട്, സാറിന് യാത്രാ ക്ഷീണമുണ്ടെന്നറിയാം. ഞങ്ങൾ നമ്മുടെ ഒരു പ്രിയ ചാനൽ ശരിക്കും സാറിന് കടപ്പെട്ടിരിക്കുന്നു. കാര്യം ഒരു ജീവകാരുണ്യ പ്രവർത്തനമായി നല്ലൊരു ബുക്കിൻ്റെ രചയിതാവാണ്. ലോകമെമ്പാടും അറിയപ്പെടുന്നതിനോടൊപ്പം ഏറ്റവും നല്ലൊരു മനുഷ്യസ്നേഹിയെ നമുക്ക് ലോകത്തിന് സമ്മാനിച്ചുകൊണ്ടാണ് ആ ഒരു മാതാപിതാവ് ശരിക്കും, അല്ലേ, ഭൂമിയിലേക്ക് ഒരു മകനെ സൃഷ്ടിച്ചെടുക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ചിലപ്പോൾ അതൊന്നും കാണാതെ അച്ഛനും അമ്മയും യാത്രയാവും. പക്ഷെ ആ മകൻ വളർന്ന് വലുതായി അവരുടെ മക്കളെ അവനോളം ഉയർത്തുമ്പോൾ എന്തായിരിക്കും ആ അച്ഛനുണ്ടാകുന്ന സന്തോഷം, ആ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം. എല്ലാം സർവേശ്വരൻ അനുഗ്രഹിച്ച് വരട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലേക്ക് തന്ന ഈ നല്ലൊരു ഇൻ്റർവ്യൂ ഞങ്ങൾ എല്ലാവിധ പ്രാർത്ഥനയും ആശംസയും സാറിന് അറിയിക്കുന്നു. എനിക്കൊന്നും കൂടി പറയാനുണ്ട്. യെസ്, പറയൂ. ഈ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തത് എൻ്റെ പിതാവിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹം കാണിച്ചു തന്ന കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്ത് വരുന്നത്. ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് വൈകിപ്പോയി. കണ്ണ് പോയാൽ കണ്ണിൻ്റെ കാഴ്ച അറിയുന്നു എന്നോട് ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, അല്ലേ? അപ്പോൾ അദ്ദേഹം കൂടി ഇന്ന് എൻ്റെ കൂടെ ഇടുക അല്ലെങ്കിൽ എൻ്റെ അരികിൽ ഉണ്ടെങ്കിൽ ഞാൻ ഇത്രമാത്രം സന്തോഷിച്ചു. I would have loved that to see you. ഈ പേജ് തന്നെ അതാ പറഞ്ഞു. അപ്പോൾ കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ വിലയാണ്, അല്ലേ? കണ്ണ് പോയി കഴിഞ്ഞാൽ വില അറിയൂ. ഞാൻ നേരെ തിരിച്ചിട്ടാ പറഞ്ഞു, അല്ലേ? അപ്പൊ അതിനും കുറ്റം പറയാൻ ആളുണ്ടാവും. കണ്ണുണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച. ആരും നമ്മൾ നന്നാക്കാൻ പോകും, ആരെയും ചീത്തയാക്കാനും. ഞാൻ എത്ര പിന്നെ മാഡത്തിനോട് പറഞ്ഞാലും മാഡം കേൾക്കണം. മാഡത്തിന് സമയം വരുമ്പോൾ അത്ര മാത്രം ലൈഫ്, ഒരു ടെമ്പററി ലൈഫല്ലേ, അല്ലേ? നമ്മളൊരു വിസിറ്റ് വിസയിലോ ട്രാൻസിറ്റ് വിസയിലോ വന്ന് കുറച്ച് കാലം നല്ലത് ചെയ്യാൻ പറ്റുമെന്ന് ചെയ്യുക, അല്ലേ? ഈ അൺകണ്ടീഷണൽ ലവ്, ഒന്നും പ്രതീക്ഷിക്കാതെ അതേ ചെയ്യുന്നു.
അടുത്തറിയുന്നവർക്ക് അത് അറിയാം. അന്ന് കൊടുത്ത് ഞാൻ പലയിടയ്ക്ക് യാത്ര ചെയ്തിട്ടുള്ള ഈ ഇട്ടാവട്ടത്തിലുള്ള കളിയല്ലല്ലോ ഇതിനൊക്കെ. ഞാൻ പല രാജ്യത്തും പല ആൾക്കാരെയും കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കിട്ടിയ ഭാഗങ്ങളിൽ പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയുകയാണ്, ഡയറിംഗ് പ്രിൻസ് എന്ന നമ്മുടെ ഈ പുസ്തക രചനയുടെ രചയിതാവ് കമൽഹാസൻ മുഹമ്മദ് എന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഓരോന്നും നിങ്ങൾ ഓരോരുത്തരിലും എത്തിക്കാനും അത് വാങ്ങുകയും വേണം. കാര്യം അത്രയേറെ കഷ്ടപ്പാടുകളും യാതനകളും യമൻ യുദ്ധകാലത്ത് നടന്ന ആ ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നമ്മൾ ആ പുസ്തകം വായിച്ചു തന്നെ മനസ്സിലാക്കണം. അങ്ങനെ കഷ്ടപ്പാടും യാതനകളും സഹിച്ച് ഇതേവരെ സ്വന്തം മക്കളെയും ഭാര്യയും കൊണ്ട് നാട്ടിലെത്തി ഇപ്പോൾ ഇവിടെ സുഖമായി ജീവിച്ചു വരികയാണ്. നിങ്ങളെല്ലാവരും ഈ പുസ്തകം വായിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അത് ഒരു ചാരിറ്റിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത്രയും നല്ലൊരു വ്യക്തിയെ ഞങ്ങൾ ഗുരുപ്രിയ ചാനൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തി തന്നു. അടുത്ത നല്ലൊരു വ്യക്തിയുമായി കാണുന്നു. നന്ദി, നമസ്കാരം.